രാജസ്ഥാനും SRHുമാണെന്ന് നേർക്കുനേർ വന്നത്. ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു ഇന്നത്തേത്. രാജസ്ഥാന്റെ മാച്ച് എപ്പോൾ വന്നാലും ത്രില്ലിംഗ് ആവാറുണ്ട്. ഇന്നും അത് സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ രാജസ്ഥാൻ SRH മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് ഹൈദരാബാദ് ആയിരുന്നു. അവർക്ക് മികച്ചൊരു തുടക്കമായിരുന്നു ഇന്ന് ലഭിച്ചത്. സ്റ്റാർട്ടിംഗ് തന്നെ അവർ അടിച്ചു കളിച്ചു. എന്നാൽ അഭിഷേക് ശർമ്മ പെട്ടെന്ന് ഔട്ടായത് അവർക്ക് തിരിച്ചടിയായിരുന്നു. ട്രേവിസ് ഹെഡ് മാത്രമാണൊന്ന് പിടിച്ചു നിന്നത്. ആദ്യം തന്നെ സ്ലോ ബാറ്റിംഗ് ആണ് SRH കാഴ്ചവെച്ചത്. 9 ഓവർ ആകുമ്പോഴേക്കും അവർക്ക് 50 റൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവസാനത്തെ 12 ഓവറിൽ 152 റൺസാണ് SRH അടിച്ചുകൂട്ടിയത്. SRH ഇങ്ങനെ കളിക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. രാജസ്ഥാൻ ടീം വിചാരിച്ചതുപോലെ കളി നടന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് SRH 201 റൺസാണ് അടിച്ചുകൂട്ടിയത്. അവസാന 10 ഓവറാണ് അവർ ആഞ്ഞു വീശിയത്. ആദ്യം രാജസ്ഥാൻ മികച്ച ബൗളിംഗ് ആണ് പുറത്തെടുത്തത്. എന്നാൽ പിന്നീട് ക്ലാസൻ കത്തിക്കയറി. ഇതോടുകൂടി കൂറ്റൻ ടാർഗറ്റ് SRHന് ലഭിച്ചു. അതുപോലെ ട്രേവിസ് ഹെഡ് 50 അടിച്ചു. പിന്നീട് സെക്കൻഡ് ബാറ്റിങ്ങിന് രാജസ്ഥാൻ ഇറങ്ങി. രാജസ്ഥാന് തുടക്കം തന്നെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ബട്ട്ലറും ജയ്സ്വാളുമാണ് ഓപ്പണിംഗ് ചെയ്തത്. എന്നാൽ ബട്ട്ലർ ഡെക്കിൽ പുറത്തായി, അതും ആദ്യ ഓവറിൽ. പിന്നീട് എല്ലാവരുടെയും പ്രതീക്ഷ സഞ്ജുവിലായിരുന്നു. എന്നാൽ സഞ്ജു പോയതും വന്നതും വേഗത്തിലായിരുന്നു. കാരണം ഇന്ന് സഞ്ജു ഡെക്കിലാണ് പുറത്തായത്. ആകെ കൂടി 3 ബോൾ മാത്രമേ ഫേസ് ചെയ്തുള്ളൂ. അപ്പോഴേക്കും സഞ്ജു ഔട്ടായി. രാജസ്ഥാൻ ആരാധകരുടെ നെഞ്ചു തകർന്ന നിമിഷമായിരുന്നത്. കാരണം ഒരു ഓവറിൽ 2 വിക്കറ്റാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. അതും ആദ്യത്തെ ഓവറിൽ തന്നെ. SRHനാണെങ്കിൽ 200 റൺസിന്റെ ടാർഗറ്റ് ഉണ്ട്. അത് മറികടക്കണമെങ്കിൽ മികച്ച കളി പുറത്തെടുക്കണം. ബട്ട്ലറും സഞ്ജുവും ഔട്ടായപ്പോൾ എല്ലാവരും നിരാശയായി. എന്നാൽ കളി വിട്ടുകൊടുക്കാൻ പരാഗ് ഒരുക്കമല്ലായിരുന്നു. ജയ്സ്വാളും പരാഗും അടിച്ചു കളിച്ചു. ഇതോടുകൂടി രാജസ്ഥാന്റെ സ്കോർ ഉയർന്നു. രാജസ്ഥാൻ ടീം മികച്ച രീതിയിൽ മുന്നോട്ട് പോയി. രണ്ടുപേരും ഇന്ന് 50 അടിച്ചു. ഇതോടുകൂടി SRH നാണം കെട്ടു. പിന്നീട് രാജസ്ഥാന്റെ ഒരു വിക്കറ്റ് പോയത് 135 റൺസിലായിരുന്നു. ജയ്സ്വാൾ ഔട്ടായതിനു പിന്നാലെ പരാഗും പോയി. പരാഗ് ഇന്ന് 77 റൺസാണ് അടിച്ചുകൂട്ടിയത്. രാജസ്ഥാൻ ടീമിനെ മികച്ച രീതിയിൽ മുന്നോട്ട് നയിച്ചത് പരാഗായിരുന്നു. ജയ്സ്വാൾ പരാഗ് കൂട്ടുകെട്ടാണ് രാജസ്ഥാനെ മുന്നോട്ട് നയിച്ചത്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.